ചതച്ചിട്ട് നമ്മുടെ കുക്കറിലിട്ട് വെച്ചെടുക്കും. അപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ഫ്രൈ ആണ്. അപ്പോൾ ബീഫ് ഫ്രൈയിലുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ടുള്ള ബീഫാണ്. ഇവിടെ മസാലപ്പൊടിയും കൂടി ഇടാം. ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് സവാളയിൽ എല്ലാത്തിലും ഇത് പിടിക്കണം കേട്ടോ. എന്നാലേ ആ ബീഫ് ഫ്രൈൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ. ഈ ബീഫ് ഇടാൻ ഇത്ര എനർജി. അപ്പോൾ ഇവിടെ നമ്മുടെ സവാളയും പൊടികളൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിനായിട്ടുള്ള ബീഫ് തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ബീഫ് അമ്മേ നമ്മൾ ബീഫ് പുളിങ്ങൽ ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇവിടെ ബീഫ് നമ്മൾ ഇട്ടിട്ടുണ്ട്. പൊടികളൊക്കെ ഇവിടെ നന്നായിട്ട് ബീഫിലൊക്കെ ഇങ്ങനെ ചേർത്ത് അങ്ങോട്ട് പിടിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് കിടന്നൊന്ന് മൊരിയട്ടെ കേട്ടോ. അപ്പം എനിക്ക് ഇപ്പോഴേ ഇതാ മണം കൊണ്ടിട്ട് എനിക്ക് കഴിക്കാൻ തോന്നുന്നു. ചൂടല്ലേ, കുറേ നേരം എടുക്കും. അതുകൊണ്ട് ഞാൻ മൂക്ക ഇവിടെ അടച്ച് വെച്ചേക്കാണ്. സ്മെല്ല് കിട്ടുന്നുണ്ട് എനിക്ക്. അപ്പോൾ ഇവിടെ ബീഫ് നമ്മൾ ഫ്രൈ ആയിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ ഈ ബൗളിലോട്ട് ആക്കി കൊടുക്കാം. മമ്മി ഒന്ന് ഈ ബൗളിലോട്ടൊന്ന് ആക്കി തരുമോ? അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബീഫിൻ്റെ സ്മെല്ല് ഇടാൻ എനിക്ക് പറ്റണില്ലെന്ന്. അതാ ഇവിടെ ബീഫ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ബാ. അപ്പോൾ നമ്മുടെ ഇവിടെ ബീഫ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളിയായിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്യുക.
ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഇല്ലെങ്കിലും നമുക്കിത് ഉണ്ടാക്കാൻ ഈസിയായിട്ട്. ഇതാണ് ബീഫ് കേട്ടോ. അപ്പോൾ കുറച്ച് സവാള കൂടി തിന്നാം. അടിപൊളിയായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങളുടെ കുക്കിംഗ് ചാലഞ്ചിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലും കൂടി ഒന്ന് ലൈക്ക് അടിക്കുക.